ഓ ആ പണ്ടത്തെ സൗന്ദര്യമൊന്നും ഇപ്പൊ ഇല്ലടാ. ഏത് ആ ഫോട്ടോയോ നിന്റെ ഉണ്ടോ ഇപ്പോഴും? എടാ എടാ എനിക്കൊന്ന് അയച്ചോടാ. ഫോണിലൊരു ഡായാണല്ല. എടാ നീ പണ്ട് അച്ഛന്റെ ബുള്ളറ്റ് എടുത്തിട്ട് വന്ന് എന്നെ പുറകിലിരുത്തി ഓടിച്ചില്ലേ? അതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ ലൈഫോ ഭയങ്കര ബോറാ. ഹസ്ബൻഡ് ഭയങ്കര മടിയനാ. അതിന് ഇപ്പോഴത്തെ പിള്ളേർ എന്തോ ഒരു പേരിട്ട് വിളിക്കുമല്ലോ. തന്തവൈബ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആയിരുന്നു കാലം. ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ പ്രശ്നോട്ടാ? മോളെ സ്കൂളിൽ വിടണ്ടേ? അവളെ ഒരുക്കായിരുന്നോ? അല്ല, അവളെ ടൈ എവിടെ? ഞാൻ എടുത്തു കൊടുക്കാം. ലക്ഷ്മി എന്താട്ടാ? ഇന്ന് ഞായറാഴ്ചയാണോ? മോളെ സ്കൂളിൽ ഒരുക്കാൻ വിട്ടിട്ട് ഞായറാഴ്ചയാണോന്നോ? ബുധനാഴ്ചയാണല്ലേ? ഭാര്യയെ സംശയിക്കുന്നത് നല്ലൊരു ഭർത്താവിന്റെ ലക്ഷണമല്ല. അയ്യേ പ്രശോഭേ, നീ എന്ത് ഇങ്ങനെ? എന്നാലും ഞാൻ തന്ത വൈബെന്ന് അവൾ ആരെടുത്തായിരിക്കും പറഞ്ഞത്? കണ്ടുപിടിക്കണം. എന്ത് ലക്ഷ്മിക്കളി? അമ്മയുടെ അയ്യോ, കൊച്ചമ്മ കോടതി പോയി. ഇന്നലെ മറ്റേ മാളിന്റെ കേസ്. എന്ത് മുത്തുക്കിളി എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്ത് സഹായം? മുത്തണ ഒരു വിധം കവിതയൊക്കെ എഴുതുന്ന ഒരാളല്ലേ? ഒരു വിധവും അങ്ങനെ പറഞ്ഞത്? ഞാനേ വലിയൊരു ആദരാഞ്ജലിയുള്ള ഒരു കവിയാണ്. ആദരാഞ്ജലി അല്ല, ആദരണീയനായ ഒരു കവിയാണ് കേട്ടോ. അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മളെ കയറ്റി വിടാൻ ആരും ഇല്ലാത്തോണ്ടാണ് ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ നരക ജീവിതം നയിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനോവിഷമം ഉണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു കവിയുടെ മുഖത്ത് വെച്ച് അങ്ങനെ പറയരുത്, അത്രേ ഉള്ളൂ. അയ്യോ, മുത്തോണിന് വിഷമായ? നല്ല വിഷമായി. സോറി. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ട? പറ. അതെ, എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ ഒരു ലവ് സോങ് എഴുതി തരുമോ? ഇതൊരുമാതിരി തീപ്പെട്ടി കട ചെന്നിട്ട് തീപ്പെട്ടി ഒന്നും ചോദിക്കുമ്പോൾ ആയിപ്പോയല്ലോ. എത്ര ലവ് സോങ് വേണം? ഞാൻ എഴുതി തരാം. അയ്യോ, കുറെ ഒന്നും വേണ്ട, എനിക്ക് ഒരെണ്ണം മതി. ആർക്ക് കൊടുക്കാൻ വേണ്ടി? അത് ഒരു ലവറിന് കൊടുക്കാൻ. ലവറിനാ? ആ പാട്ടേ ഏകദേശം ഈ മൂഡിലുള്ളതായിരിക്കും. ഏത് മൂഡിലായിരിക്കണം? വരുവാനില്ലാരുമീ വിജനമാമീ വഴിക്കറിയാം അതെന്നാലുമെന്നും ഈ ഒരു മൂഡിലുള്ളതായിരിക്കും. അപ്പൊ ഞാനൊരു 2 മണിക്കൂർ സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എഴുതി അങ്ങ് തരാം. നിമിഷ കവിയാണ്. കുഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങ് പാടുന്നുണ്ട്. എന്റെ കൂടെ കരോക്കെ ഗാനങ്ങളൊക്കെ വരുന്ന? വേണ്ട, ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഓ ശരി, ആയിക്കോട്ടെ. എന്തോ അവളെന്തോ പറഞ്ഞിട്ട് പോയത്? കുഞ്ഞിന്ന് ഓഫീസിൽ പോയില്ലേ? അത് ചെറിയൊരു വയറുവേദന. അയ്യോ, അല്ല അവളെന്തോ പറഞ്ഞേ? അല്ല, എന്റെ കഴിവനുസരിച്ചൊരു സഹായം ചോദിച്ച. കഴിവാ? അതിന് നിങ്ങൾക്ക് എന്തോന്ന് കഴിവിരിക്കണം? നിങ്ങൾക്ക് എന്തോന്ന് കഴിവിരിക്കണം? അതാണ് കുഴപ്പം. എന്റെ കഴിവ് മനസ്സിലാക്കുന്ന ആളാണ് ഈ ലക്ഷ്മി കുഞ്ഞ്. അങ്ങനെ ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. കുഞ്ഞിന് ഒരു ലവ് സോങ് എഴുതി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ലവ് സോങ്ങാ? ആർക്ക് കൊടുക്കാൻ? ലവ് സോങ് ആർക്ക് കൊടുക്കാനാണ്? ലവറിന് കൊടുക്കാൻ. ലവറിനാ? എന്ത് വയറുവേദന ഇപ്പൊ നെഞ്ചിലോട്ട് കയറിയാ? കഷായം വേണോ? വേണ്ട. ഇഞ്ചി വേണോ? ഇത് അതിലൊന്നും നിൽക്കൂല. ആശുപത്രി കൊണ്ടുപോകണോ? വേണ്ട. പിന്നെ എന്ത്? ഒന്നും വേണ്ട. എന്ത് എന്താന്തോ? വിജനത്തിൽ പിടിക്കാം. അതാകുമ്പോ 1 മണിക്കൂർ കൊണ്ട് കഴിയും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.